വാർത്തകൾ തുടരുന്നു. അതിവേഗ റെയിൽവേ കോറിഡോർ പദ്ധതിക്കെതിരെ ജനകീയ രോഷം ശക്തമാകുന്നു. സെപ്റ്റംബർ 1 ജനകീയ കൂട്ടായ്മ. തിരുവനന്തപുരം മംഗലാപുരം അതിവേഗ റെയിൽപാതയ്ക്ക് വേണ്ടി സാറ്റലൈറ്റ് സർവേയിലൂടെ വിഭാവനം ചെയ്യുന്ന റെയിൽ റൂട്ട് ജനങ്ങൾക്കുണ്ടാക്കുന്ന നാശനഷ്ടം കണക്കിലെടുത്ത് നിർദ്ദിഷ്ട റൂട്ട് ഉപേക്ഷിക്കാൻ തയ്യാറാകണമെന്നും ബദൽ റൂട്ടിന്റെ സാധ്യതാ പഠനത്തിന് ബന്ധപ്പെട്ട ഏജൻസിക്ക് സർക്കാർ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും സെപ്റ്റംബർ 1 കടുത്തുരുത്തിയിൽ ജനകീയ കൂട്ടായ്മ നടത്തുന്നു. ഇത് സംബന്ധിച്ച് പ്രത്യേകമായി വിളിച്ചു ചേർത്ത കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത്. അതിവേഗ റെയിൽപാത നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലൂടെ തികച്ചും അശാസ്ത്രീയമായി ഇപ്പോൾ നടത്തിയിരിക്കുന്ന സാറ്റലൈറ്റ് സർവേ കടുത്ത ജനദ്രോഹത്തിനിടവരുത്തുന്നതിനാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട് ഇതുവരെ കേരളം ചർച്ച ചെയ്തിട്ടുള്ള നിലപാടിന് തികച്ചും വ്യത്യസ്തമായി സ്വകാര്യ ഏജൻസി നടത്തിയ സർവേ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ജനപ്രതിനിധികളുടെ യോഗം ചൂണ്ടിക്കാട്ടി. അതിവേഗ പാതയുടെ സർവേയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ആശങ്കകൾ കണക്കിലെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സർക്കാർ യോഗം വിളിച്ചു ചേർക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കടുത്തുരുത്തി ഉൾപ്പെടെയുള്ള ജനവാസ കേന്ദ്രങ്ങളിലൂടെ 10,000-കണക്കിന് കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ടും ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വർദ്ധിച്ച തോതിൽ കൃഷിയിടങ്ങളും ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള സർവേ നടപടികൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ആശങ്കകളുടെ വെളിച്ചത്തിൽ വിവിധ സ്ഥലങ്ങളിൽ രൂപീകരിച്ചിട്ടുള്ള ജനകീയ സമിതികളുടെ പ്രവർത്തനങ്ങളോട് സഹകരിച്ച് മുന്നോട്ടു പോകാനും ജനപ്രതിനിധികളുടെ യോഗം തീരുമാനിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സഖറിയാസ് കുതിരവേലിയുടെ അധ്യക്ഷതയിൽ കടുത്തുരുത്തി കടപ്പൂരാൻ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് പുത്തൻകാല പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA അപ്പച്ചൻ, VM പോൾ, മേരി സെബാസ്റ്റ്യൻ, അമ്പിളി സോമൻ, ജയ്മോൾ ജോർജ്, ത്രേസ്യാമ്മ ജോസഫ്, MM ജോസഫ്, സ്റ്റീഫൻ പനങ്കാല, സുനു ജോർജ്, അഡ്വക്കേറ്റ് മാനുവൽ വർഗീസ്, റീന രാജു, അച്ചൻകുഞ്ഞ് മണലേൽ, CM ജോർജ്, മാത്യു വർഗീസ്, ഹൈമ ബാബു, ശ്രീദേവി സുബ്രായൻ, ഓമന വാവ തുടങ്ങിയവർ പ്രസംഗിച്ചു. കുറവിലങ്ങാട് സഹകരണ ബാങ്കിൽ ജീവനക്കാർ ഓണാഘോഷം നടത്തി. സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ വലിയ ചൂടിൽ നിന്നും ഓണാഘോഷത്തിന്റെ ചെറിയ തണുപ്പിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയായിരുന്നു കുറവിലങ്ങാട് പ്രധാന ധനകാര്യ സ്ഥാപനമായ കുറവിലങ്ങാട് സർവീസ് സഹകരണ ബാങ്കിലെത്തിയ മുഴുവൻ ഇടപാടുകാർക്കും ഓണപ്പലഹാരങ്ങൾ സമ്മാനിച്ചായിരുന്നു സഹകരണ ബാങ്കിലെ ഓണ ആഘോഷം. ബാങ്കിന്റെ ഭൂമുഖത്തിൽ തന്നെ ഒരുക്കിയ അത്തപ്പൂക്കളമാണ് വെള്ളിയാഴ്ച ബാങ്കിൽ വിവിധ സാമ്പത്തിക ഇടപാടുകളുമായി എത്തിയവരെ സ്വാഗതം ചെയ്തത്. ജീവനക്കാരുടെ നേതൃത്വത്തിൽ മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. ജീവനക്കാർക്കായി പ്രത്യേക ഓണസദ്യയും ക്രമീകരിച്ചിരുന്നു. ആഘോഷ പരിപാടികൾക്ക് ബാങ്ക് സെക്രട്ടറി ലീല ചേറ്റൂർ, സദാനന്ദ് ശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി ജീവനക്കാർക്കൊപ്പം ബാങ്കിൽ എത്തിച്ചേർന്നിരുന്നു. കോവിഡിൽ നടന്നു. അംഗങ്ങൾക്ക് എല്ലാവർക്കും മിഠായികൾ വിളമ്പി ഉച്ചയ്ക്ക് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് സദ്യ നടത്തുന്നുണ്ട്. ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഓണാഘോഷത്തിൻ്റെ തോൽപ്പിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് നാട്ടിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ കുറവിലങ്ങാട് സർവീസ് സഹകരണ ബാങ്കും ജീവനക്കാർ ഒന്നാകെ ചേർന്നുകൊണ്ട് ഓണം ആഘോഷിക്കുന്നു. രാവിലെ മുതൽ തന്നെ കോവിഡു, ഉച്ചയ്ക്ക് ഓണസദ്യ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉച്ചയ്ക്ക് രാവിലെ മുതൽ തന്നെ ഉപ്പേരി ഉൾപ്പെടെയുള്ള എല്ലാ വിഭവങ്ങളും വിതരണം ചെയ്ത് ഓണാഘോഷം. പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPI കല്ലറയിൽ ധർണ നടത്തി. പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുൻപ് നൽകുക, തൊഴിലുറപ്പ് പദ്ധതിയിലെ അപാകത പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് AITUCയുടെ നേതൃത്വത്തിൽ കല്ലറ വില്ലേജ് ഓഫീസ് പടിക്കൽ ധർണ നടത്തി. CPI ലോക്കൽ സെക്രട്ടറി PG ത്രിഗുണസേൻ ഉദ്ഘാടനം ചെയ്തു. രുക്മിണി ഗോപിനാഥൻ നായർ, MG ഫിലേന്ദ്രൻ, PC പാപ്പൻ, MP രാജൻ, VK സലീംകുമാർ, EG പ്രകാശൻ, തങ്കമ്മ ബാബു, N ഗോപാലൻ, വിജയമ്മ കൊട്ടപ്പായി, MD അഴകപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വയലായിൽ വിപുലമായ ഓണാഘോഷങ്ങൾക്ക് അരങ്ങൊരുങ്ങുന്നു. CITU, DYFI എന്നിവയുടെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ. CITU, DYFI, പുരോഗമന കലാസാഹിത്യ സംഘം, കടമ്പാമറ്റം പഞ്ചായത്ത് കമ്മിറ്റിയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഓണാഘോഷം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മാസം 26-ാം തീയതി കുട്ടികളുടെ കലാപരിപാടികൾ, കായിക മത്സരങ്ങൾ, വനിതകൾക്കുള്ള പ്രത്യേകം കായിക കലാ മത്സരങ്ങൾ, അതുപോലെ തന്നെ പുരുഷന്മാർക്കുള്ള വിവിധ പരിപാടികൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ഈ ഓണാഘോഷ പരിപാടികൾ നടത്തുന്നത്. 27-ാം തീയതി രാവിലെ 10 മണിക്ക് പൂക്കള മത്സരം, ഒന്നാം സമ്മാനം 1001 രൂപ നൽകുന്നതും തുടർന്ന് 1, 2, 3 സമ്മാനങ്ങളും
പങ്കെടുക്കുന്ന മുഴുവൻ ടീമിനും പ്രോത്സാഹന സമ്മാനവും നൽകുന്നതാണ്. അതിനുശേഷം 2 മണിക്ക് വടംവലി മത്സരം. ഒന്നാം സമ്മാനം 2501 രൂപ, രണ്ടാം സമ്മാനം, മൂന്നാം സമ്മാനം തുടങ്ങിയ സമ്മാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. കൃത്യം 5:00 പായസ സദ്യ, 5:45 കലാ സാംസ്കാരിക സമ്മേളനം. സാംസ്കാരിക സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ജനകീയ കവി ഏഴാച്ചേരി രാമചന്ദ്രൻ. സംഗീത ചലച്ചിത്ര സംവിധായകൻ, നാടക സംവിധായകൻ ആലപ്പി രംഗനാഥ് ഓണസന്ദേശം നൽകുന്നു. വിവിധ സാംസ്കാരിക നായകന്മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്. കടന്തേരി നാട്ടുകൂട്ടം അവതരിപ്പിക്കുന്ന നാടൻ പാട്ട് കൃത്യം 7 മണിക്ക് തന്നെ ആരംഭിക്കുന്നു. ഈ ഓണ ആഘോഷ പരിപാടിയിൽ മുഴുവൻ ആളുകളുടെയും സഹകരണവും സാന്നിധ്യവും സഹായവും എല്ലാം ഉണ്ടാകണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അറിയിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. മലയാളി മംഗ മത്സരവുമായി കുറവിലങ്ങാട് സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ. മത്സരം ഓണാഘോഷത്തിന്റെ ഭാഗമായി. കുഞ്ഞിളം കൈകളിൽ കുരുന്നു പൂക്കളുമായി എത്തി കുരുന്നുകൾ തീർത്ത പൂക്കളം അക്ഷരാർത്ഥത്തിൽ മനോഹാരിതയുടെ പര്യായമായിരുന്നു. കുറവലങ്ങാട് സെന്റ് മേരീസ് ഗേൾസ് LP സ്കൂൾ വിദ്യാർത്ഥികളാണ് നാടിന്റെ ഓണാഘോഷങ്ങൾക്കൊപ്പം പങ്കുചേർന്ന് പൂക്കളങ്ങൾ തീർത്ത് ശ്രദ്ധേയരായത്. 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലുള്ള 100 കണക്കായ വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്നതോടെ സംഘശക്തിയും വിളിച്ചോതാനായി. സ്കൂൾ വരാന്തയിൽ ചോക്കുകൊണ്ട് വരച്ച കൊച്ചുകളങ്ങളിൽ നിറഭേദങ്ങൾ തീർത്ത് കുരുന്നുകൾ തീർത്ത പൂക്കളങ്ങൾ കുരുന്നുകളെ അനുമോദിക്കാനെത്തിയവർക്ക് ഏറെ സന്തോഷം നൽകുന്നവയായിരുന്നു. 1-ാം ക്ലാസ്സുകാരനും 4-ാം ക്ലാസ്സുകാരി ഒരുമിച്ച് തീർത്ത പൂക്കളങ്ങൾ അത്യാകർഷകമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മിടുമിടുക്കരായ വിദ്യാർത്ഥികൾ പാഠ്യമേഖലയിൽ എന്നതുപോലെ പാഠ്യേതര മേഖലയിലും ഏറെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നതിന് പിന്നിൽ അധ്യാപകരുടെ പ്രേരക ശക്തിയായിരുന്നു. അധ്യാപികമാരുടെ പരിപൂർണമായ പിന്തുണയും പ്രോത്സാഹനവും സഹായവും ഒരുമിച്ചെത്തിയതോടെയാണ് വിദ്യാർത്ഥി ലോകത്തിന് നാടിൻ്റെ ആദരവ് പിടിച്ചുപറ്റുന്ന രീതിയിലേക്ക് പൂക്കളങ്ങൾ തീർക്കാനും മത്സരങ്ങളിൽ പങ്കാളികളാകുവാനും കഴിഞ്ഞത്. ഗ്രൂപ്പുകളായി വിദ്യാർത്ഥികളെ തിരിച്ചായിരുന്നു പൂക്കള മത്സരം സംഘടിപ്പിച്ചത്. ചുവപ്പും വെള്ളയും മഞ്ഞയും നീലയും പച്ചയുമൊക്കെ നിറഭേദങ്ങൾ തീർത്ത പൂക്കളങ്ങൾ ഉയരുമ്പോൾ മതമൈത്രിയുടെയും സംഘശക്തിയുടെയും വലിയ സന്ദേശം കുരുന്ന് മനസ്സുകളിൽ നിന്ന് മുതിർന്ന തലമുറ അക്ഷരാർത്ഥത്തിൽ ഏറ്റുവാങ്ങുകയായിരുന്നു. ഓണാഘോഷത്തോട് അനുബന്ധിച്ചു ചേർന്ന സമ്മേളനത്തിൽ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ലിസ മാത്യു സ്വാഗതം ആശംസിച്ചു. CMC മദർ സിസ്റ്റർ ഫവിയോള, PTA പ്രസിഡന്റ് ജോർജ് കുട്ടി വട്ടപ്പറമ്പിൽ, MPTA ഭാരവാഹി ജോളി യുഗേഷ്, PTA വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ, അധ്യാപകരായ ലൂസി മാത്യു, കൊച്ചുറാണി M പാറ്റാനി, മോളി സെബാസ്റ്റ്യൻ, കൊച്ചുറാണി KJ, ജെസി ജോസഫ്, സിസ്റ്റർ ലീന തോമസ്, മോളി എബ്രാഹിം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആഘോഷ പരിപാടികളോട് അനുബന്ധിച്ചു ചേർന്ന സമ്മേളനം സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ മാത്യു എണ്ണക്കാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീലാമ തോമസ് സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ചു. PTAയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ഓണ സദ്യയും സംഘടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഈ സന്തോഷത്തിന്റെ ഈ മത്സരങ്ങളെല്ലാം നമ്മുടെ ഗ്രാമത്തിലേക്കും ഓർമ്മയുണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ പൂക്കളൊക്കെ വളരെ മനോഹരമായിരിക്കുന്നു. ആദ്യകാലമായി ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കുന്നു. കാരണം അത്രമാത്രം മുതിർന്ന പെൺകുട്ടികളെ എടുക്കുന്നതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് പൂക്കളം അതിന്റെ പഠനങ്ങൾ കൃത്യമായി വരച്ച് പൂക്കളങ്ങൾ നിർവഹിച്ചിട്ടു. അത് നിങ്ങളുടെ കഴിവും ഓണം ആഘോഷിക്കാനുള്ള വലിയ താല്പര്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഓണത്തിന് എല്ലാവിധ ആശംസകൾ സ്നേഹത്തോടും നേരുകയാണ്. ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മാവേലിയെക്കുറിച്ച് നമ്മൾ തീർച്ചയായും ഓർക്കണം. ഒരു രാജ്യത്തിന് വേണ്ടി സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി തന്നെ ഇല്ലാതാക്കിയ മനുഷ്യനാണ് മാവേലി. പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. നമുക്ക് വേണ്ടി മാവേലി ഇല്ലാതാക്കുന്നത് പോലെ നമ്മുടെ നന്മയും സമാധാനത്തിന് വേണ്ടി മാവേലി ജ്ഞാനം രക്ഷിച്ചതുപോലെ നമ്മളോട് ചെറിയ ജ്ഞാനം രക്ഷിക്കുമ്പോഴാണ് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്നത്. നമ്മുടെ കാര്യം മാത്രം നോക്കിപ്പോയി കഴിഞ്ഞാൽ ലോകത്തിന് സന്തോഷം ഉണ്ടാവുകയില്ല. നമ്മുടെ കുട്ടികൾ ക്ലാസ്സിൽ ഒപ്പമിരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ മാത്രമാണ് അവർക്കും സന്തോഷം ഉണ്ടാകുന്നത്, നമുക്കും സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓണത്തിന്റെ വെള്ളം പ്രാർത്ഥിക്കുകയാണ്. ഈ ഓണത്തിന്റെ വെള്ളം പോലെ എന്നും നിങ്ങളുടെ ഈ മുഖം സന്തോഷവും ജീവിതം നൽകുന്നതിന്
പണ്ട് മാവേലി നാട് വാണിരുന്ന കാലത്ത് അന്നുണ്ടായിരുന്ന ഒരൈക്യത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, സംതൃപ്തിയുടെ ഒരാഘോഷം ഇന്ന് നമ്മുടെ സ്കൂളിൽ നടക്കുകയാണ്. ഈ ഓണാഘോഷത്തെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ അന്ന് അക്കാലത്തുണ്ടായിരുന്ന ആ സന്തോഷവും ആ സംതൃപ്തിയും ആ ഐക്യവും ഇന്ന് നമ്മുടെ സ്കൂളിൽ അർത്ഥവത്തായിരിക്കുകയാണ്. കുട്ടികൾ ഒത്തൊരുമിച്ച് ആഹ്ലാദത്തോടെ, ഉത്സാഹത്തോടെ, അതിലേറെ സന്തോഷത്തോടെ അത്തപ്പൂക്കളമിടാനും ഓണസദ്യ ഉണ്ണാനും ആഗതരായിരിക്കുകയാണ്. ഓരോ ഗ്രൂപ്പ് തിരിച്ച് ഓരോ. ഇനി കാലാവസ്ഥ. മീനച്ചിൽ, വൈക്കം താലൂക്കുകളിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയായിരുന്നു. അങ്ങിങ്ങായി ചെറിയ മഴകൾ ലഭിച്ചു. അടുത്ത ദിവസം നേരിയ മഴയ്ക്ക് സാധ്യത. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 2860 രൂപ, വെള്ളി ഗ്രാമിന് 54 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലാ രൂപതയ്ക്ക് പുതിയ സഹായമെത്രാൻ. രൂപതാ പാസ്റ്റർ കോർഡിനേറ്റർ ഫാദർ ജേക്കബ് മുരിക്കനാണ് നിയുക്ത മെത്രാൻ. അസുരവാദി മുഴക്കി വിദ്യാർത്ഥികൾ. വേറിട്ട ആഘോഷം കുറവിലങ്ങാട് സെന്റ് മേരീസ് ബോയ്സ് ഹൈസ്കൂളിൽ. മലയാളി മംഗ മത്സരവുമായി കുറവിലങ്ങാട് സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ. മത്സരം ഓണാഘോഷത്തിന്റെ ഭാഗമായി. റേഷൻ പഞ്ചസാര വിതരണം ഇക്കുറി കുറ്റമറ്റത്. കടുത്തുരുത്തിയിൽ സപ്ലൈകോ ഉദ്ഘാടന ചടങ്ങിൽ ചട്ടലംഘനം നടത്തിയെന്ന ആരോപണം. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.